ഒരൊറ്റ ക്ലിക്കിൽ 6 GB സ്റ്റോറേജ് സ്പേസ് ആണ് എനിക്ക് തിരികെ ലഭിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ട് ഉണ്ടാകും. അതിൻ്റെയൊക്കെ ടെമ്പററി ഫയൽ, അതായത് കാഷെ ഫയൽ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെമ്പററി ഫയൽ കാരണം നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകും. അതുപോലെ തന്നെ മൊബൈൽ ഹാങ് ആകാൻ തുടങ്ങും. മൊബൈലിൻ്റെ സ്പീഡ്, സ്മൂത്ത് ഇതൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ഒരൊറ്റ ക്ലിക്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ചില മൊബൈലിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന ഭാഗം ഓപ്പൺ ചെയ്താലാണ് ഇതൊക്കെ കാണാൻ സാധിക്കുക. എല്ലാ ആപ്ലിക്കേഷനിലും കാഷെ ഫയൽ, അതായത് ടെമ്പററി ഫയൽ വന്നിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്റ്റോറേജ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാഷെ ഫയൽ കണ്ടോ, 2.86 GB ആണ് ടെമ്പററി ഫയലായിട്ട് ഇവിടെ സ്റ്റോർ ആയി കിടക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ്റെയും ഇങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് സമയം പിടിക്കും. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നെക്സ്റ്റ് എന്ന് കാണിക്കും. അവിടെ നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഡൺ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള സ്റ്റോറേജും അതുപോലെ തന്നെ എത്രത്തോളം കാഷെ ഫയൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. 6.7 GB കാഷെ ഫയലാണ് എൻ്റെ മൊബൈൽ ഇവിടെ ടെമ്പററി ആയിട്ട് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈലിൻ്റെ സ്റ്റോറേജും അതുപോലെ തന്നെ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊറ്റയടിക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ താഴെ കാണുന്ന അനലൈസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അനലൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്ലിയർ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഓക്കെ, ഒറ്റയടിക്ക് ഇതൊക്കെ നമുക്ക് കാഷെ ഫയൽ ക്ലീൻ ചെയ്യാൻ സാധിക്കും. ക്ലിയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ ചോദിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് തന്നെയാണ് ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് താഴെ സ്റ്റാർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കും. കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾഡ് ഫയൽസ് എന്ന ഭാഗത്തായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകുക. ചില മൊബൈലിൽ ഡൗൺലോഡ് ഫയൽസ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അവിടെ ആപ്ലിക്കേഷൻ ഓഫിൽ കിടക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ള ടോഗിൾ ഓൺ ചെയ്ത് കൊടുക്കുക. പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ക്ലിയർ എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും കാഷെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്ലിയർ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഓരോ ആപ്ലിക്കേഷൻ്റെയും ഇതുപോലെ കാഷെ ഫയൽ എടുത്ത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിൽ പെട്ടെന്ന് തന്നെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും കാഷെ ഫയൽ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒന്ന് സ്പീഡാക്കുകയാണ്. ഇത് തീരുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ 6.5 GB സ്റ്റോറേജ്, അതായത് കാഷെ സ്റ്റോറേജ് എനിക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ നേരത്തെ കണ്ട ആ ഒരു 6.5 GB ഇവിടെ അത് മാറിയിട്ട് ഇവിടെ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, 6.7 GB ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ചില സമയത്ത് ഹാങ് ആകുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ സ്പീഡ് കുറയുമ്പോഴൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ്റെ ഒക്കെ കാഷെ ഒറ്റയടിക്ക് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. മൊബൈൽ വളരെ സ്മൂത്തായിട്ടും സ്പീഡായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോറേജ് പ്രശ്നം ഇനി ഒരിക്കലും നിങ്ങളെ അലട്ടുകയും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്ന സമയത്ത് അല്ലെങ്കിൽ മൊബൈൽ ഹാങ് ആകുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ടെമ്പററി ഫയൽ, അതായത് കാഷെ ഫയൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ മൊബൈൽ വളരെ സ്മൂത്ത് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.